നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അതായത് ഉൽപ്പാദനക്ഷമത ശരിക്കും കൂട്ടാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ പവർഫുൾ പ്രിൻസിപ്പിളിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഒരുപാട് തിരക്കാണ്, ഫുൾ ടൈം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ദിവസമവസാനം നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും നടന്നിട്ടുമില്ല, എങ്ങോട്ടും എത്തുന്നില്ല എന്നൊരു തോന്നൽ. ഇത് നമുക്കെല്ലാവർക്കും ഇടയ്ക്ക് വരുന്നൊരു ഫീലിംഗ് ആണ്, അല്ലേ? അപ്പം നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇത് ശരിക്കും വളരെ കോമണായ ഒരു അനുഭവമാണ്. പക്ഷേ ഒരു സന്തോഷവാർത്തയുണ്ട്, ഇതിനൊരു പരിഹാരമുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്: നമ്മൾ ചെയ്യുന്ന പ്രയത്നവും നമുക്ക് കിട്ടുന്ന റിസൾട്ടും തമ്മിൽ പലപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന 80% പണിക്കും ചിലപ്പോൾ വെറും 20% ഫലമേ കിട്ടുന്നുണ്ടാവൂ. അപ്പം നമുക്കിത് എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ പെരേറ്റോ പ്രിൻസിപ്പിൾ? ഇതിനെയാണ് 80-20 റൂൾ എന്ന് പറയുന്നത്. അതായത് സുപ്രധാനമായ ചുരുക്കത്തിന്റെ നിയമം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഭൂരിഭാഗം റിസൾട്ട്സിനും ഏകദേശം 80% ഫലങ്ങൾക്കും കാരണം നമ്മൾ ചെയ്യുന്ന വെറും 20% കാര്യങ്ങളാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഈ ഐഡിയയുടെ തുടക്കം ശരിക്കും ഇറ്റലിയിൽ നിന്നാണ്. 1906-ൽ വിൽഫ്രെഡോ പരീറ്റോ എന്നൊരു ഇക്കണോമിസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇറ്റലിയിലെ 80% സ്ഥലവും കൈവശം വെച്ചിരിക്കുന്നത് വെറും 20% ആൾക്കാരാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജോസഫ് ജുരാൻ എന്നൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റാണ് ഇതിനെ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാക്കി മാറ്റിയത്. ഇന്ന് ബിസിനസ് മുതൽ നമ്മുടെ ആരോഗ്യം വരെ എല്ലാ കാര്യത്തിലും ഈ തത്വം ഉപയോഗിക്കുന്നുണ്ട്. ജൂറാന്റെ ഒരു ഫേമസ് വാചകമാണിത്: സുപ്രധാനമായ ചുരുക്കവും ഉപയോഗപ്രദമായ ഭൂരിപക്ഷവും. ഇതിന്റെ അർത്ഥം ബാക്കിയുള്ള ആ 80% കാര്യങ്ങൾ തീരെ വേസ്റ്റാണെന്നല്ല. അല്ല, അവയും യൂസ്ഫുള്ളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആ വൈറ്റൽ ഫ്യൂ അഥവാ സുപ്രധാനമായ ചുരുക്കമാണ്. ഓക്കെ, തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ ഇത് നമ്മുടെ റിയൽ ലൈഫിൽ എവിടെയാണ് കാണാൻ പറ്റുന്നത്? നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന പക്ഷെ വലിയ റിസൾട്ട് തരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നിസ്സാരമായ ഭൂരിപക്ഷം. മറുവശത്ത് വളരെ കുറച്ച് എഫേർട്ട് കൊണ്ട് വലിയ സ്വാധീനമുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതാണ് സുപ്രധാനമായ ചുരുക്കം. ജോലിയുടെ കാര്യത്തിൽ ഇത് ശരിക്കും സത്യമാണ്. നമ്മൾ ചെയ്യുന്ന 20% ടാസ്കുകളായിരിക്കും നമുക്ക് 80% നല്ല റിസൾട്ട് തരുന്നത്. ഒരു ബിസിനസ്സിൽ 20% കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും 80% വരുമാനവും വരുന്നത്. എന്തിന്, ഒരു സോഫ്റ്റ്വെയറിലെ 80% പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് വെറും 20% ബഗ്ഗുകളായിരിക്കും. എല്ലാ ജോലിക്കും ഒരേ പ്രാധാന്യം കൊടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ പൈസയുടെ കാര്യമെടുത്താലോ? അവിടെയും ഇത് കറക്റ്റാണ്. നിങ്ങളുടെ മാസത്തിലെ ചിലവുകളൊന്ന് എടുത്തു നോക്കൂ. ചിലപ്പോൾ വെറും 20% കാറ്റഗറിയിലായിരിക്കും നിങ്ങളുടെ 80% പണവും പോകുന്നത്. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ കുറച്ച് സ്റ്റോക്കുകളോ ഫണ്ടുകളോ ആയിരിക്കും നിങ്ങളുടെ ലാഭത്തിന്റെ സിംഹഭാഗവും തരുന്നത്. കടങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയാണ്. ഉയർന്ന പലിശയുള്ള 1-2 കടങ്ങളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ വാർഡ്രോബൊന്ന് തുറന്നു നോക്കിക്കേ. ഒരുപാട് ഡ്രസ്സ് കാണും, പക്ഷെ നിങ്ങൾ സ്ഥിരമായി ഇടുന്നത് അതിലൊരു 20% മാത്രമായിരിക്കും, അല്ലേ? അതുപോലെ നമ്മുടെ ആരോഗ്യം, നല്ല ഉറക്കം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇതുപോലത്തെ കുറച്ച് നല്ല ശീലങ്ങൾ മതി നമ്മുടെ ആരോഗ്യത്തിന്റെ 80% സംരക്ഷിക്കാൻ. 80-20 ഡയറ്റ് എന്നൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. 80% ഹെൽത്തി ഫുഡ്, 20% നമുക്കിഷ്ടമുള്ളത് കഴിക്കാം. ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. നമ്മുടെ റിലേഷൻഷിപ്പുകളിലും ഈ നിയമം വർക്ക് ചെയ്യും. ഒരു ബന്ധത്തിലെ നമ്മുടെ സന്തോഷത്തിന് കാരണം അതിലെ ഓരോ നിമിഷങ്ങളുമല്ല, വളരെ കുറച്ച് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളാണ്. ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ചില നല്ല ശീലങ്ങൾ, പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ താങ്ങായി നിൽക്കുന്നത്. ഇതുപോലെയുള്ള സുപ്രധാനമായ ചുരുക്കം നിമിഷങ്ങളാണ് ആ ബന്ധത്തിന്റെ 80% സന്തോഷവും നൽകുന്നത്. അപ്പോൾ നമ്മൾ ആ നിമിഷങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 80-20 പ്രിൻസിപ്പിൾ എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം: നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന 20% എങ്ങനെ കണ്ടെത്താം? ഇതിനൊരു 4 സ്റ്റെപ്പ് ഫ്രെയിംവർക്കുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്: നിങ്ങളുടെ ടാസ്കുകൾ, ചിലവുകൾ, അല്ലെങ്കിൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ട്രാക്ക് ചെയ്യുക. രണ്ടാമതായി, ആ ലിസ്റ്റ് അനലൈസ് ചെയ്തിട്ട് 80% റിസൾട്ട് തരുന്ന ആ 20% കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്: ഈ കണ്ടുപിടിച്ച സുപ്രധാനമായ ചുരുക്കത്തിന് മുൻഗണന കൊടുക്കുക. ബാക്കിയുള്ളവ ഒന്നെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുക. നാലാമതായി, ഇത് ഇടയ്ക്കിടെ ഒന്ന് റിവ്യൂ ചെയ്യണം. കാരണം നമ്മുടെ പ്രയോറിറ്റികൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളിലാണോ എന്ന് ഉറപ്പുവരുത്തുക. റിച്ചാർഡ് കോക്കിന്റെ ഈ വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്.
ഏറ്റവും കൂടുതൽ നേടുന്ന ആളുകൾ വെറുതെ അധ്വാനിക്കുന്നവരല്ല, അവർ എന്തു ചെയ്യണം എന്ന് സെലക്ട് ചെയ്യുന്നവരാണ്. അതായത് അവർ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി അതിലവരുടെ മുഴുവൻ ശ്രദ്ധയും പ്രയത്നവും കൊടുക്കുന്നു. ഇതാണ് ശരിക്കുമുള്ള സ്മാർട്ട് വർക്ക്. അപ്പോൾ ഈ കാര്യങ്ങൾ കേട്ടുകഴിയുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ 80% മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ആ സുപ്രധാനമായ ചുരുക്കം അല്ലെങ്കിൽ 20% കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് കണ്ടെത്താൻ ശ്രമിക്കുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.